അച്ഛനും മോനും കൂടി വണ്ടിയിൽ പെട്രോളൊക്കെ അടിക്കാനായിട്ട് പോയതായിരുന്നു. പോയി വന്നപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടാണ് വന്നത്. സമയം 8 മണി കഴിഞ്ഞേ. പിന്നെ വേഗം ഞാൻ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ അത്ര എളുപ്പമായി. അങ്ങനെ ചിക്കനൊക്കെ വേഗം ഞാൻ കഴുകിയെടുത്തു കേട്ടോ. നല്ല മുഴുത്ത കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് നുറുക്കിയെടുത്തു. അങ്ങനെ ബോൺലെസ് പീസ് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് പിന്നെ പറയാട്ടോ. എൻ്റെ അമ്മോ, അതിൽ 2 മുഴുത്ത കാലുണ്ടായിരുന്നു. കാലായിട്ട് ഞാൻ മൽപ്പിടുത്തം തന്നെ ആയിരുന്നു കേട്ടോ. അതൊന്ന് മുറിച്ചെടുക്കാൻ ഞാൻ പെട്ട പാട്. അങ്ങനെ മാറ്റി വെച്ച ബോൺലെസ് പീസിനെ ഞാൻ ഫ്രീസറിലോട്ട് കയറ്റിയിട്ടോ. ആദ്യം ഞാൻ ചിക്കൻ കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ തക്കാളി കുറവായതിനെ കൊണ്ടിട്ട് ചിക്കൻ റോസ്റ്റിലേക്ക് മാറ്റി പിടിച്ചു കേട്ടോ. ഞാൻ അടുക്കളയിൽ നിന്നാൽ ഷാനൂട്ടൻ ഇടക്കിടക്ക് ഇങ്ങനെ ഓടി വരൂ കേട്ടോ. അച്ഛനും മോനും കൂടെ അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കി കളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അച്ഛനും മോനും കൂടെ ഒരു പണി കൊടുത്ത് വിട്ടിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് എടുക്കാനാണ് കേട്ടോ. ചിക്കൻ റോസ്റ്റിനുള്ള ഐറ്റംസൊക്കെ ഞാൻ വേഗം റെഡിയാക്കി എടുത്തു കേട്ടോ. വേഗം കറി വെക്കാനുള്ള പരിപാടിയിലാണ്. ഫ്രിഡ്ജ് തുറന്നപ്പോൾ കുറച്ച് ദിവസം മുന്നേ കയറ്റി വെച്ച മാങ്ങ കണ്ടു കേട്ടോ. അതിൽ നിന്ന് 2 എടുത്ത് മാങ്ങാക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെറും മാങ്ങാക്കറി അല്ല കേട്ടോ, നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി. അപ്പോഴേക്കും എൻ്റെ അമ്മേ എനിക്ക് വിശക്കുന്നേന്ന് പറഞ്ഞ് ഷാനൂട്ടൻ വന്നു. ഞാൻ വേഗം അരിദോശ ഉണ്ടാക്കി. ഞായറാഴ്ചത്തെ ബിരിയാണി ഇരിക്കുന്നത് കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ചോറൊന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഷാനൂട്ടൻ രാത്രി ദോശ ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ ഏട്ടനോട് അവനൊന്ന് വാരി കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് ഞാൻ വേഗം കിച്ചണിലേക്ക് തന്നെ വന്നു. മാങ്ങാക്കറിക്ക് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് തേങ്ങാപ്പാലിനുള്ള തേങ്ങയൊക്കെ ചെറുകി അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ചിക്കൻ റോസ്റ്റൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം കുറച്ച് കറിവേപ്പില അതിലേക്ക് തൂവി കൊടുത്തു. നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാവുന്നതാണേ. ചിക്കൻ കറിയുടെയും മാങ്ങാക്കറിയുടെയൊക്കെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ സെപ്പറേറ്റ് വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ വേഗം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അപ്പോഴേക്കും മാങ്ങാക്കറിയും റെഡിയാക്കി പണികളൊക്കെ തീർത്തു. അപ്പോഴേക്കും ഞാനങ്ങടെ വശകേടായിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ടാറ്റാ.